ചേച്ചി ടൈമിൽ നിന്ന് നീലത്താമരയിലേക്ക് വരിക. പക്ഷെ നീലത്താമരയിൽ ആദ്യം ലാൽ ജോസിനോട് ചേച്ചി നോ പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു അവസരം വന്നപ്പോഴും ആദ്യം നോ പറയാൻ എന്തായിരുന്നു കാരണം? കോൺഫിഡൻസ് കുറവാണോ? കാരണം പിന്നെ ടൈമിൽ ഞാൻ അഭിനയിച്ച അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് ബൂട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഷായ് സാർ വിളിച്ചത് സമയത്ത് ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അല്ല, എനിക്കത് ശരിയാവും തോന്നിയില്ല. എനിക്കത് അഭിനയിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാനത് എന്താണ് ഞാൻ അവിടെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ പോയി നിന്ന് ഡയലോഗ് പറഞ്ഞു, വേഷം തന്നു, കുറച്ച് നരയിട്ടു. പക്ഷെ ഞാൻ എന്താണ് ചെയ്തത്, എന്താണ് എൻ്റെ അകത്ത് മാറ്റമൊന്നും വന്നില്ല. ഞാൻ എൻ്റെ പുറമേ നിന്ന് ഞാൻ ആ ഡയലോഗ് പറഞ്ഞു. അത് അല്ല അഭിനയം എന്ന്, അത് എൻജോയ് ചെയ്തില്ല ഞാൻ ബേസിക്കലി. അപ്പോൾ നീലത്താമര ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് അത്ര അറിയത്തില്ല, ഞാൻ ചെയ്തത് വൃത്തിയുടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, എന്നെ വിശ്വസിക്കുക, വരൂ, ഞാനല്ലേ വിളിക്കുന്നത്, ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയം പോകുന്നത് നാടക സംഘത്തിൽ. എനിക്കിതിന് ടാലൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ. അന്ന് ശ്രീ രഘുത്തമൻ അവിടെ ഒരു വർക്ക്ഷോപ്പ് തരികയും അതിൽ എനിക്ക് എന്തോ ഒരു രസമുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ ഇതിലെന്ന് തോന്നി. ഇന്ന് ഇത് പഠിക്കണം എന്നുള്ള വിചാരത്തോടെയാണ് അദ്ദേഹം എന്നാ ശരിക്കും നീലത്താമര അഭിനയിക്കുന്നത്. കിരൺ രാജ് ചാർലി സിനിമയുടെ സംവിധായകൻ. ആ സമയത്ത് ചേച്ചി ആരോ അങ്ങനെ സംവിധായകനാന്ന് പറഞ്ഞ് വിളിച്ച് പറ്റിച്ചിട്ട് ലാസ്റ്റ് കിരൺ രാജനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അതെങ്ങനെ കിരൺ രാജിലേക്ക് എത്തിയത്? രാജകൃഷ്ണൻ സാറിലൂടെ. മറ്റേ നമ്മുടെ വിളിച്ച് പറ്റിച്ചത് ആരാധന എനിക്കറിയത്തില്ല. ചേച്ചിക്ക് അതിന്റെ കോള വന്നേ? അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 16 ദിവസം ഷൂട്ട്, 20 ദിവസം ഷൂട്ട്, ഡേറ്റ് പൈസ പറയുന്നു, ഡേറ്റ്സ് പറയുന്നു ഷൂട്ടിങ്ങിൻ്റെ. അപ്പം ഇയാളുടെ ഒരു വർത്തമാനത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ശങ്കരാമകൃഷ്ണനെ വിളിച്ചു. അപ്പോൾ ശങ്കര പറഞ്ഞു രാജകൃഷ്ണനെ വിളിച്ചു ചോദിച്ചു. രാജകൃഷ്ണൻ അറിയാം. അങ്ങനെ ഞാൻ രാജകൃഷ്ണൻ സാറിനെ വിളിച്ചു. അപ്പോൾ രാജകൃഷ്ണൻ സാറ് പറഞ്ഞു എനിക്കറിയാം കിരണിനെ, ഞാൻ ഇപ്പോൾ പിന്നെ നമുക്ക് കോൺഫറൻസ് കോളിൽ ഇടാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഞാനല്ല. ശബ്ദം കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു അദ്ദേഹം അല്ലാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഫറൻസ് കോളിൽ ഇടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു കോൺഫറൻസ് കോളിൽ ഇടാൻ. അങ്ങനെ ഞാൻ കോൺഫറൻസ് കോളിൽ മറ്റേ ആളെ ഇട്ടപ്പോൾ ആൾ പറയുക അതെ കിരൺ രാജല്ലേ, അതെ. അപ്പം നമ്മുടെ വർക്ക് എന്ന് തുടങ്ങുന്നത് നമ്മൾ ഉടനെ തുടങ്ങും പറയുക. അപ്പോൾ അവിടെ ഹലോ ഹലോ ഞാനാണ് കിരൺ രാജ്. ദൈവമേ ഇവരൊക്കെ എന്തുവരെ. അപ്പോൾ എനിക്കെന്തോ ആ സംസാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ കെട്ടിപ്പടുക്കിയൊക്കെ എടുത്ത് പോയേനേന്നേ പറഞ്ഞ ഡേറ്റ് വരെ പറയുമല്ലേ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? എനിക്കറിയാം. അങ്ങനെ പറ്റിക്കപ്പെടുക പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തല്ലേ വിചിത്രമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ഇതുപോലെ ഒരു കോളിന്റെ പുറത്തല്ലേ പലപ്പോഴും ഷൂട്ടിങ്ങിന് പോകുന്നത്. ഒരു കൺട്രോളറാണെന്ന് പറയുന്നു, അല്ലെ ഇന്നാരാണെന്ന് പറയുന്നു. അപ്പൊ ആ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ക്രോസ് ചെക്ക് ചെയ്യാനൊന്നും നമുക്ക് പലപ്പോഴും ഇതുപോലെ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളില്ലേ പെട്ടെന്ന് ഈ സിനിമയെ ഒരു ബന്ധമില്ലാത്ത ആളുകളാണെങ്കിൽ. പിന്നെ അത് ഞാൻ എപ്പോഴും ഇവരോടൊക്കെ പറയും എന്ന് വെച്ചാൽ WDC ഒക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ഒരു കോൾ നമ്പർ വേണം എന്ന് വെച്ചാൽ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്യാൻ ഇവർ അറിയപ്പെടുന്നതാണോ. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിക്കാൻ പറ്റും. വിളിച്ചിട്ട് ഇന്ന ഒരു കൺട്രോളർ ഉണ്ടോ, ഇങ്ങനെ ഒരാൾ സിനിമയ്ക്ക് വിളിക്കുന്നു, ഇങ്ങനെ വർക്കിംഗ് ആണോ, ഇങ്ങനൊരു പിന്നെ പ്രോജക്റ്റ് ഓൺ ആണോ, അത് ഇന്നടുത്ത് ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് പോകുന്നവരൊക്കെ പോകാവുള്ളൂ. ഈ കാസ്റ്റിംഗ് കോൾ വരുമ്പോഴും ആളുകൾ പറയുന്നു പലപ്പോഴും ഈ കാസ്റ്റിംഗ് കോള് വിളിച്ച് പോകുന്നത് പലപ്പോഴും വഞ്ചിക്കപ്പെടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവരോട് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്, ഇവരാരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചിലര് മീറ്റൂലധികം വെളിപ്പെടുത്തുകയാണ്. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ? സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇപ്പം ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം നമുക്ക് കൃത്യമായി ഇപ്പം ബേസിൽ ജോസഫ് അല്ലെ ദിലീഷ് പോത്തൻ അല്ലെ അങ്ങനെയുള്ള നമുക്ക് അറിയപ്പെടുന്ന ആൾക്കാരില്ലേ, അൻവർ റഷീദ്, അമൽനീർ, അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് അറിയപ്പെടുന്ന ആൾക്കാരുടെ പേജിലെങ്കിലും വരാതെ ഇതിനെ അപ്ലൈ ചെയ്യരുത്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു പേജിൽ കണ്ടു എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ അപ്ലൈ ചെയ്താൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലോ അല്ലെങ്കിൽ ഈ FFKയുടെ ഓഫീസിലോ എങ്ങാനും കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഓണാണോ, ഇന്ന ഒരു കൺട്രോളറുടെ നമ്പറാണ് കൊടുത്തേക്കുന്നത്, അങ്ങനെ ഒരാളുണ്ടോ എന്നെങ്കിലും വെരിഫൈ ചെയ്യണം. ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും തുറന്നു പറച്ചിലുകൾ ഭയങ്കര വിഷമകരമാകുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചേച്ചി പല കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രതികരിക്കുന്ന ഒരാളാണ്. ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നമ്മളൊരു ഇൻ്റർവ്യൂ പറയുന്നത് ആരും കേൾക്കത്തില്ല. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വേറൊരു ഹെഡ്ലൈൻ ഈ സാധനം പോകും. അതെനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ട് തോന്നാറ്. മാലാപാർവതി പുതിയ ഒരു അറിവുമായി ഇതാ വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ, ഇതാ മറ്റൊരു നടൻ ഇവരെ പീഡിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദത്തിൽ നമ്മളിങ്ങനെ അയ്യോ ഇത് ഞാൻ വിളിക്കാനൊരു നമ്പറില്ല, കോണ്ടാക്ട് ഇതാര് അടുത്തു പേടിച്ചു പോവും. ഇത് നമ്മൾ വിചാരിക്കും ഇൻ്റർവ്യൂ വേണ്ട, ആരും വേണ്ട, ഇൻ്റർവ്യൂ വേണം, മെനക്കെട് അല്ലേ.
എത്ര തലക്കെട്ടുകൾ വന്നപ്പോൾ ചേച്ചി പലപ്പോഴും അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടല്ലോ അവര്. ഞാൻ നിർത്തി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം ആർക്കും എവിടെയും പറയാം. അത് ഈ തമിഴ് സിനിമയിൽ വെച്ചൊരു മോശം അനുഭവം ഉണ്ടായി. തമിഴ് സിനിമയിലല്ല. അവൻ തമിഴൻ മോശമായിട്ട് വരും. ഒന്നും എല്ലാ ആൾക്കാരും തമിഴിൻ്റെ പേര് പറയൂ. തമിഴ് സിനിമയേ അല്ല, തമിഴ് സിനിമയെ വെച്ചേ അല്ല, അതൊരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു തമിഴ് ആക്ടറാണ്. ഒരു മോശം അനുഭവം ഉണ്ടായത് തന്നെയാണ്. പക്ഷെ അതുള്ളൊരു തമിഴ് സിനിമയെ ഞാൻ മോശമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമയല്ല, അയാൾ ഒരു തമിഴനായിപ്പോയി. ഇപ്പൊ ചേച്ചി തന്നെ പറയാറുണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ വരുന്നത്. ഇതിപ്പോ പെട്ടെന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ വല്ലാതെ പാനിക് ആവുകയും സിനിമയെ വേണ്ടാന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യും. ഇവർക്ക് എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? ചേച്ചി ഇത്തരം കോളുകളെ എങ്ങനെയാണ് മറികടന്നിട്ടുള്ളത്? താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതി. അത് നമ്മുടെ എൻ്റെ അല്ല. അത് കഴിയുമ്പോൾ വേറെ കോള് വരും. അങ്ങനെ അല്ലാതെ നമ്മൾ കുറേ സമയമെടുക്കും. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ കോളുകളൊക്കെ എന്ന് വെച്ചാൽ ഞാനൊരു 39 ഇയേഴ്സിലാണ് സിനിമ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു 42-ാമത്തെയോ 43-ാമത്തെയോ വയസ്സിലൊക്കെ ഇങ്ങനത്തെ കോള് വന്നെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ സിനിമയെ അഭിനയിച്ചത് 49 വയസ്സിലെ കണ്ട. ഏത് വർഷമാണ് ഗെയിം ഓവർ ഇറങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത്രയും വർഷം ഞാൻ വെറുതെ ഇരുന്നു. എനിക്ക് കിട്ടുന്ന കുഞ്ഞു മിക്കവാറും സിനിമകളിൽ ഞാൻ ഒരു ദിവസമൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ 80% സിനിമകളിലും ഞാൻ ഒരു ദിവസമൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. വളരെ കുറച്ച് സിനിമകളിലെ കുറേ ദിവസം ഡേറ്റ് കൊടുക്കേണ്ടി വന്നിട്ടുള്ള. അത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തു. തിടുക്കം വെച്ചാൽ പറ്റത്തില്ല. സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനോ പെട്ടെന്ന് പിന്നെ ഫെയിമിന് വേണ്ടി വരുന്നവർക്കാണ് ഈ പ്രോബ്ലം.